ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്കലോ ടെക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുരിയത്ര പള്ളിയിലെ അമ്പ് പെരുന്നാൾ സംബന്ധിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് അമ്പ് പെരുന്നാളിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. സെബസ്ത്യാനോസ് പുണ്യാളനെ അമ്പ് ചെയ്ത് കൊന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ അമ്പ് പെരുന്നാൾ ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പ് പെരുന്നാളിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ സ്ട്രീറ്റ്, അതായത് സെൻറ് ജോർജ് സ്ട്രീറ്റിലേക്ക് അമ്പ് എടുത്തുകൊണ്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. അമ്പിനെ ലീഡ് ചെയ്യാനായിട്ട് കൊട്ടുകാരാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെണ്ടകൊട്ടുകാരുടെ ബാക്കിലായിട്ട് അമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ലീഡ് ചെയ്ത് ആദ്യം പോവും. അതിൻ്റെ ബാക്കിലായിട്ട് അമ്പ് ഓരോ വീടുകളിലേക്കായിട്ട് വരികയാണ്. ആദ്യം ഒരു ഈവനിങ് സമയമാകുമ്പോൾ ഇവർ അമ്പും കൊത്തൊക്കെ ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അമ്പൊക്കെ പോയതിനു ശേഷം ശൃംഗാരിമേള ഉണ്ട് രാത്രി. അതിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോഴും അവർ. അത് കഴിഞ്ഞ് രാത്രിയിലെ ശൃംഗാരിമേളം കഴിഞ്ഞിട്ട് എല്ലാ യൂണിറ്റിൻ്റെയും അമ്പുകൾ തേരിനോടൊപ്പം പള്ളിയിലെത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ ലൈറ്റ് ഷോ പിന്നെ പരിപാടികളൊക്കെ അവിടെയാണ്. അമ്പ് പെരുന്നാളിന് വേണ്ടി സ്ട്രീറ്റ്സൊക്കെ പള്ളിക്കാർ തന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് അലങ്കരിച്ചിരുന്നു. മാത്രമല്ല എല്ലാ വീടുകളിലും ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് കൊട്ടിൻ്റെ കാഴ്ചകളാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അമ്പ് അവസാനം എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാനാണ് അമ്പ് എടുക്കേണ്ടത്. അമ്പ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പ് എടുത്ത് തൊട്ടപ്പുറത്തെ വീട് വരെ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് അവിടെയും പ്രാർത്ഥന ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്പ് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അമ്പിൻ്റെ ഒപ്പം ഒരാൾ കുടയും പിടിച്ച് വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ നോക്കിയാൽ തൊട്ടപ്പുറത്തെ വീട് കാണാം. ഇനി കുറച്ച് ഇരുട്ടിയതിന് ശേഷം ശൃംഗാരിമേളത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. രാത്രിയിലെ കൊട്ടിൻ്റെ ഒപ്പം കുറേ ഫയർ വർക്ക്സ് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചിരുന്ന പടക്കങ്ങളൊക്കെ അന്ന് രാത്രി തന്നെ പൊട്ടിച്ചായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു വെച്ച എല്ലാ പടക്കങ്ങളും പൊട്ടിച്ചു. പിന്നെ കഴിഞ്ഞ പെരുന്നാൾ വാങ്ങിച്ച് കുറച്ച് പടക്കങ്ങൾ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് പൊട്ടിച്ചു. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ബാക്കിൽ നിന്ന് തേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ യൂണിറ്റിലും ഓരോ തേരുകളാണ്. കുറച്ച് രാത്രി ആകുമ്പോൾ എല്ലാ തേരുകളും പള്ളിയിൽ വന്ന് ജോയിൻ ചെയ്ത് രാത്രി പള്ളിയിൽ ലൈറ്റ് ഷോ തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. ആദ്യം വന്ന അമ്പിനോടൊപ്പം വന്ന കൊട്ടുകാർ തന്നെയാണ് ഇപ്പോഴും കൊട്ടുന്നത്. അവരുടെ റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കൊട്ടിന് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇനി നമുക്ക് കാണാനുള്ളത് അവരുടെ വേറെ ടൈപ്പിലുള്ള കൊട്ടാണ്. രാത്രി ആകുമ്പോഴാണ് ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ടാവുക സ്ട്രീറ്റ്. കാരണം പള്ളിക്കാർ വെച്ചിരുന്ന ലൈറ്റുകളും വീട്ടിൽ അലങ്കരിക്കാൻ വെച്ചിരുന്ന ലൈറ്റുകളൊക്കെ കൂടി ഇടും. മാത്രമല്ല ശൃംഗാരിമേളത്തിൽ അവർ നല്ലപോലെ കൊട്ടുന്നുമുണ്ട്. മാത്രമല്ല ചില ആൾക്കാരുടെ ഫയർ വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കസിന് ഡാൻസ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അവരെൻ്റെ അനിയനെ ഡാൻസ് കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവർ റൗണ്ടായിട്ട് നിന്നിട്ട് കൊട്ടിയിട്ട് അതിനിടയിലിട്ട് അവനെ ഡാൻസ് കളിപ്പിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് രാത്രിയിൽ കുരിയച്ചിറ പള്ളിയിലുള്ള ലൈറ്റ് ഷോ ആണ്. ഈ ലൈറ്റ് ഷോൻ്റെ ഇവിടെ കുറേ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ലൈറ്റ് അതിനനുസരിച്ച് ചലിപ്പിക്കുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലത്തെ കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഷോ വെക്കുന്നതാണ്. ആദ്യം ലൈറ്റ് ഷോയ്ക്ക് മുമ്പ് അവർ സ്മോക്ക് സെൻസർ വെച്ചിട്ട് സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ സ്മോക്ക് സ്പ്രേ ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ലൈറ്റ് ഷോ ഉണ്ടാക്കുന്നത്. മാത്രമല്ല അതിൻ്റെ നടുക്കായിട്ട് പല ഡിസൈനിലുള്ള ലൈറ്റ്സ് ഇങ്ങനെ ലൈറ്റ്സ് ഉണ്ട്. ഇതാണ് രാത്രിയായി നമുക്ക് പള്ളി വന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ച. ഈ സമയത്ത് തേരുകളൊക്കെ പള്ളിയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ വേറെയും കുറേ പരിപാടികളുണ്ടായിരുന്നു. സൈഡിലുള്ള ആരാധനാലയം പോലെ അവർ ലൈറ്റ്സ് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. പള്ളിയുടെ സൈഡിലുള്ള കാറ്റീസം ക്ലാസ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.